ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തേന്നുള്ളത് ഒരു സീരീസാണ്, ഒരു ക്രൈം ത്രില്ലർ മിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. അൺടേംഡ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 6 എപ്പിസോഡുകളാണ് ഇപ്പോൾ ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ധനുഷും നാഗാർജുനയും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു കുബേര എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ജൂലൈ മാസം 18-ാം തീയതി. അടുത്തത് അമിത് ചക്കാൽക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ, മലയാളം ത്രില്ലർ മൂവിയാണ് അസ്ത്ര എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. മനോരമ മാക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ജൂലൈ മാസം 18-ാം തീയതി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അഥർവയും നിമിഷ സച്ചിനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയായിരുന്നു DNA എന്ന് പറഞ്ഞ സിനിമ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ ജൂലൈ മാസം 19-ാം തീയതി തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ് ഫോർബിഡൻ ഫെയറി ടെയിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൊറിയൻ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ബുക്ക് ബൈ ഷോസിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ് മനിതർകൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ, അതുപോലെ തന്നെ ആഹാ തമിഴിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ അമേച്ചർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സീരീസ് ആണ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തീർക്കുന്ന ഒരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. സ്പെഷ്യൽ ഓപ്സ് എന്ന സീരീസിന്റെ 2ാമത്തെ സീസൺ ആണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സീരീസ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ജൂലൈ മാസം 18-ാം തീയതിയാണ് റിലീസ് ഡേറ്റ്. മലയാളം വരുമെന്നാണ്, മലയാളം ഭാഷയിൽ ഈ സിനിമ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മുടെ പ്രഭാസും നമ്മുടെ ലാലേട്ടനും ഒക്കെ ക്യാമിയോ റോളിൽ വന്ന സിനിമയായിരുന്നു, തെലുങ്ക് മൂവിയായിരുന്നു കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഒരു വലിയൊരു പരാജയം നേരിട്ട സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ OTT റൈറ്റ്സ് വിറ്റുപോയ സിനിമയാണ്. അപ്പോൾ 8 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ OTT റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും ചിലപ്പോൾ ഇന്ന് രാത്രി ഈ ഒരു സിനിമ റെന്റ് ഓപ്ഷനിൽ ആമസോൺ പ്രൈമിൽ വരുമെന്നുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. കണ്ണപ്പ എന്ന സിനിമ ഇന്ന് വരുമോ ഇല്ലയോ എന്നുള്ളത്, ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം വരുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.